സൽമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യപ്പമാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വ്യത്യസ്തമായൊരു നെയ്യപ്പം റെസിപ്പിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിൽ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 2 മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കാം. 2 മണിക്കൂറിന് ശേഷം പച്ചരിയും ഉഴുന്നും വാഷ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇത് 200 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തതാണ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 3 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായി അരച്ചെടുക്കണം. നെയ്യപ്പത്തിന് വേണ്ടിയുള്ള മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നെയ്യപ്പത്തിന് വേണ്ടിയുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമില്ല. അരച്ച ഉടനെ തന്നെ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. മാവ് ഒഴിച്ച് ഇതുപോലെ പൊങ്ങി വന്ന് ഒരു സൈഡ് ഫ്രൈ ആയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിന് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ മുഴുവൻ നെയ്യപ്പവും ഉണ്ടാക്കിയതിന് ശേഷം സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നെയ്യപ്പം സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉഴുന്ന് ചേർക്കുന്നത് കൊണ്ട് മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ വളരെ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്